അല്ലേ? അത് ഞാൻ ആദ്യം അതാണ് വെച്ചുതരാം, എന്നിട്ട് രണ്ടാമത്തെ അർത്ഥം വെക്കാം. ഏത്? മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയില്ല. എനിക്ക് കിതാബ് എന്താ പറയുന്നത്? ആദ്യം ഇയാൾ പറയുന്നത് മരിച്ചവരെ കേൾപ്പിക്കില്ല. നിങ്ങൾ അർത്ഥം വെക്കണം. നിങ്ങളെ സാധുക്കളായ ചോദ്യം സുഹൃത്ത് ശ്രദ്ധിക്കണം. പാവങ്ങളായ നിങ്ങളെ വിവരമില്ലാത്ത മൗലവിമാര് ദുർവ്യാഖ്യാനത്തിൽ പിടിച്ച് കെട്ടിവച്ചിരിക്കുന്നു. അള്ളാഹു നിങ്ങൾക്ക് രക്ഷ നൽകുമാറാവട്ടെ. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ പറഞ്ഞ ആയത്തുണ്ടല്ലോ, മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ആയത്ത്. ഏതാത്? ഞാൻ ഓതിത്തരാ. വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ ഒരായത്ത്. മറ്റൊരായത്തെന്താ? ഇന്നക ലാ തുസ്മിഉൽ മൗതാ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. മുജാഹിദ് അർത്ഥം വെക്കും, മരിച്ചവരെ നിങ്ങൾ കേൾപ്പിക്കൂല എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അപ്പൊ മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയില്ലല്ലോ, കേൾക്കൂലല്ലോ, പിന്നെന്തിനാ നിങ്ങൾ അവരെ വിളിച്ചു ചോദിക്കുന്നത് എന്നാണ് ഈ സാധു സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയല്ല, നിങ്ങൾക്ക് ഈ ദുർവ്യാഖ്യാനം പഠിപ്പിച്ചു തന്ന വിവരമില്ലാത്ത മൗലവിമാരുടെ കാര്യത്തിൽ ഞാൻ സങ്കടപ്പെടുകയാണ്. എന്താണെന്നോ? വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ എന്നോ, അല്ലെങ്കിൽ ഇന്നക ലാ തുസ്മിഉൽ മൗതാ എന്നൊക്കെ പറയുന്ന ആയത്തുണ്ടല്ലോ സഹോദരന്മാരെ. ഇതിന്റെ അർത്ഥം എന്താണ്? മരിച്ചവർ കേൾക്കൂല എന്നല്ല സഹോദര, ഞാൻ പറയുന്നതല്ല. നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളെ പ്രസ്ഥാനത്തിന്റെ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ ആമുഖമെന്ന പുസ്തകത്തിൽ മദ്ഹബിന്റെ ഇമാമുകളെക്കാളും വലിയ നേതാവെന്ന് കൊട്ടിഘോഷിച്ച വ്യക്തിയാണ് ഇബ്നു തൈമിയ. ആ ഇബ്നു തൈമിയ ആരാണെന്ന് നിങ്ങൾക്കറിയോ? മുജാഹിദുകളെ വിചിന്തനം എന്റെ കൈവശമുണ്ട്. അതിൽ പറയുന്നത് എന്താ? ഇബ്നു തൈമിയ പറയുന്നത് ശരിയല്ല, വിഷലിപ്തമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഖുർആൻ വിഷലിപ്തമാണ് എന്ന് പറയുന്നതിന് സമാനമാണ്. വിചിന്തനമാണ് എന്റെ കയ്യിൽ. ഏത്? ഇബ്നു തൈമിയ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഖുർആൻ ശരിയല്ല എന്നാണ്. അത്രക്ക് ആധികാരിക പണ്ഡിതനാണത്രേ ഇബ്നു തൈമിയ മുജാഹിദുകൾക്ക്. അങ്ങനെയുള്ള ഇബ്നു തൈമിയയുടെ സ്വന്തം ഗ്രന്ഥമാണിത്. ഏതാണിത് ഗ്രന്ഥം? ഈ പറഞ്ഞ മജ്മൂഅത്തുൽ ഫതാവ. മദ്ഹബിന്റെ ഇമാമുകളെക്കാളും വലിയ പണ്ഡിതനാണെന്ന് മുജാഹിദുകൾ പഠിപ്പിച്ചിട്ടുള്ള നേതാവാണ് ഇബ്നു തൈമിയ. ആ ഇബ്നു തൈമിയയുടെ സ്വന്തം ഗ്രന്ഥമാണിത്. ഇതിൽ പറയുന്നത് എന്താ? മരിച്ചവർ കേൾക്കുമോ? ചോദ്യമാണ്, ദീർഘചോദ്യമാണ്. ഹലിൽ മയ്യിത്തു യസ്മഉ കലാമ സാഹിരിഹി. സന്ദർശിക്കുന്നവന്റെ സംസാരം കേൾക്കാൻ മരിച്ചവർക്ക് കഴിയുമോ? ഇബ്നു തൈമിയയോട് ചോദ്യമാണ്. മറുപടി എന്താണ്? ദീർഘമായ മറുപടി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നാം യസ്മഉൽ മയ്യിത്തു, മരിച്ചവർ കേൾക്കുന്നതാണ്. ആരാത് പറയുന്നത്? ഇബ്നു തൈമിയ. ഞങ്ങളെ നേതാവല്ല, മദ്ഹബിന്റെ ഇമാമുകളെക്കാളും വലിയ നേതാവെന്ന് മുജാഹിദ് കൊട്ടിഘോഷിച്ച നേതാവാണ് ഇബ്നു തൈമിയ. ആ ഇബ്നു തൈമിയ അതിന് തെളിവുകൾ നിരത്തി സമർപ്പിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്നിട്ട് ഇബ്നു തൈമിയ പറയുന്നു എന്താണ്? അപ്പൊ പിന്നെ സ്വാഭാവികമായ ഒരു സംശയമുണ്ട്. എന്താണ് സംശയം? ഇന്നക ലാ തുസ്മിഉൽ മൗതാ എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ, അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ പറയുന്നില്ല, ഇബ്നു തൈമിയ പറയുന്നു. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇന്നക ലാ തുസ്മിഉൽ മൗതാ എന്ന് പറഞ്ഞ ആയത്തിന്റെ വിശദീകരണവും വ്യാഖ്യാനവും ഇബ്നു തൈമിയ തന്നെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അതിന്റെ അർത്ഥം മരിച്ചോൾ കേൾക്കൂല എന്നല്ല, പിന്നെന്താണ്? അനുസരിക്കൂല, അംഗീകരിക്കൂല എന്നാണ്. ഏതുപോലെ മരിച്ച കാഫിറുകളായ ആളുകൾ, വിശദമായി ഞാൻ പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് സഹോദരന്മാരെ, മരണപ്പെട്ടുപോയ അൽ മുറാദു ബിഹി അൽ കാഫിറുൽ മയ്യിത്തുൽ ഖൽബി, ഹൃദയം മരിച്ചിട്ടുള്ള അവിശ്വാസികളാണ് അതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ആ അവിശ്വാസി അവൻ അനുസരിക്കൂല എന്നാണ്. കേൾക്കൂല എന്ന് പറഞ്ഞത് നമ്മൾ സാധാരണ പറയാറില്ലേ കുട്ടികളോട്? ഉസ്താദ് ശിഷ്യന്മാരോട് പറയും, എന്ത്? ഞാൻ പറഞ്ഞത് നീ കേൾക്കണില്ല. എന്താ അതിന്റെ അർത്ഥം? ഇയാൾക്ക് കാതില്ലാന്ന അല്ല. ബാപ്പ മക്കളോട് ആണോ? ഞാൻ ഇന്നലെ ദുർവ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഞാൻ മറുപടി പറയുമ്പോൾ കേൾക്കല്ല, പുതിയ ദുർവ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് കാര്യമില്ല, പറയുന്ന മറുപടി ശ്രദ്ധിക്കണം. നിങ്ങൾ ഒരാളെങ്കിലും ഹിദായത്തിലേക്ക് വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ബാപ്പ മക്കളോട് പറയും, എത്ര കാലമായി ഞാൻ പറയാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് നീ കേട്ടിട്ടില്ല. നിന്റെ അർത്ഥം എന്താ? പാവം ആ ബാപ്പാന്റെ മകന് കാതില്ല എന്നാ? ഒരാളും അങ്ങനെ അർത്ഥം വെക്കൂല, അനുസരിക്കൂല. ഇതാണ് ഇതിന്റെ അർത്ഥം. ഞാൻ പറയല്ല,
ഇബ്നു തൈമിയ്യ പറയുന്നു മരിച്ച മയ്യത്ത് കേൾക്കുക തന്നെ ചെയ്യും. പിന്നെ ഇന്നക ലാ തുസ്മിഉൽ മൗത വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അനുസരിക്കൂല. കാഫിറായ മനുഷ്യന്മാർക്ക് ഇനി പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, ഓർക്ക് മൂമിനാകാൻ കഴിയില്ല. ഇതാണ് ഇതിന്റെ അർത്ഥമെന്ന് ഇബ്നു തൈമിയ്യ ഇതിൽ പറയുന്നു. എന്തിന്? ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാകവാഹകനെന്ന് മുജാഹിദ് KNM പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ പറഞ്ഞ വ്യക്തിയാണ് ഇബ്നുൽ ഖയ്യിം. ഇബ്നുൽ ഖയ്യിമിന്റെ കിതാബുർ റൂഹാണിത്. കിതാബുർ റൂഹിൽ പറയുന്നത് എന്താ? മരിച്ച മയ്യത്ത് കേൾക്കുന്നു മാത്രമല്ല, അതിനുള്ള തെളിവെന്താ? അദ്ദേഹം പറയുന്നു മരിച്ചവർ കേൾക്കുമെന്നതിന് തെളിവല്ലേ മുമ്പ് മുതൽ ഇന്നോളം നടന്നു വരുന്ന ഒരു കർമ്മം. എന്താണത്? മിൻ തൽഖീനിൽ മയ്യിത്തി ഫീ ഖബരിഹി, ഖബറിലുള്ള മയ്യത്തിന് നമ്മൾ തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായില്ലേ മയ്യത്ത് കേൾക്കുമെന്നതിന് തെളിവല്ലേ. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം ചോദിക്കുക, ആരാ ഇബ്നുൽ ഖയ്യിം? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പതാകവാഹകനാണെന്ന് മുജാഹിദുകൾ പറഞ്ഞ വ്യക്തിയാണ്. അയാൾ ചോദിക്കുന്നു, വലൗലാ അന്നഹു യസ്മഉ ദാലിക വയന്തഫഉ ബിഹി, ഈ മരിച്ച മയ്യത്ത് കേൾക്കുന്നില്ലെങ്കിൽ, ഖബറിലുള്ള മയ്യത്ത് കേൾക്കുന്നില്ലെങ്കിൽ ലം യകുൻ ഫീഹി ഫായിദത്തുൻ വകാന അബസ, നമ്മൾ എന്തിനാ തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നത്? അത് വെറുതെ ആവൂലേ? ഇയാൾക്കൊന്നും കേൾക്കാൻ കഴിയില്ല, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ തൽഖീൻ ചൊല്ലിക്കൊടുക്കുക, ഒരു കഥയും ഉണ്ടാവുകയില്ലല്ലോ, ഒരു ഫലവും ഉണ്ടാവുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് തന്നെ ഉറപ്പാണ് മയ്യത്ത് കേൾക്കാൻ കഴിയും. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയ സ്രോതസ്സുകളായ നേതാക്കൾ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾക്ക് ഈ ആയത്ത് പറഞ്ഞു തന്ന ജാഹിലായ മൗലവിമാരോ അവര് പറഞ്ഞത് മരിച്ചോല് കേൾക്കൂല എന്നുവാ. നമ്മളേതാ അംഗീകരിക്കേണ്ടത്? ഖുർആൻ പറയുന്നത് അംഗീകരിക്കണോ? അതല്ല മുജാഹിദിന്റെ കഥയില്ലാത്ത മൗലവിമാര് പറഞ്ഞത് അംഗീകരിക്കണോ? നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളൊക്കെ മൗലവിമാരുടെ മുഖത്തിന് കീഴിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വിവരമില്ലാത്തവരാണവർ, ഖുർആൻ അറിയാത്തവരാണ്, ഹദീസ് അറിയാത്തവരാണ്. ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ, ഈ ആയത്ത് ഇറങ്ങിയത് ആരുടെ പേരിലാ? ഈ ആയത്ത് മാത്രമല്ല, സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ ആയത്ത് പിടിച്ചോളൂ. മുജാഹിദിന്റെ മാസ്റ്റർ പീസ് ദുർവ്യാഖ്യാനത്തിലുള്ള ആയത്താണത്. മരിച്ചോരെ വിളിച്ചാൽ കേൾക്കൂല, മുജാഹിദിന്റെ ദുർവ്യാഖ്യാനം. സാധുക്കളായ കഥയില്ലാത്ത മുജാഹിദുകൾ അതിലിങ്ങനെ സമ്മതോ, നമ്മളെ മൗലവി ഭയങ്കര വിവരസ്ഥൻ തന്നെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ ആയത്തിറങ്ങിയത് ആർക്കാ? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, ആരംഭ റസൂലുള്ളാഹി, സയ്യിദുൽ വജൂദ് ത്വഹ റസൂലുള്ളാഹി. ആ നബി തങ്ങൾക്കാണ് ആയത്തിറങ്ങുന്നത്. ആ നബി തങ്ങൾ പറയുന്നത് എന്താ? സ്വഹീഹുൽ ബുഖാരി എടുത്ത് പരിശോധിച്ചോളൂ. ആ സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ കഴിയുന്നു, അള്ളാന്റെ റസൂൽ പറയുന്നു, ഇദാ വുളിയൽ അബ്ദു ഫീ ഖബരിഹി, ഒരു മനുഷ്യൻ അവനവന്റെ ഖബറിൽ വെക്കപ്പെട്ടു കഴിഞ്ഞാൽ, വതവല്ലാ അൻഹു വസ്വഹാബുഹു, അവന്റെ അനുയായികൾ അവനെ തൊട്ട് പിന്തിരിഞ്ഞു പോവുകയും ചെയ്താൽ, ഇന്നഹു ലയസ്മഉ ഖർഅനിയാലിഹിം ഖാല റസൂലുള്ളാഹി. ആ മയ്യത്ത് ഖബറിൽ വെച്ച്, മൂടുകല്ല് വെച്ച്, മണ്ണ് വെച്ച്, മണ്ണിട്ട് മൂടി ഭൂമിയേക്കാൾ സമതലത്തിനേക്കാൾ ഒരു ചാണാക്ക് ഉയർത്തിയ ആ ഖബറിൽ കിടക്കുന്ന മയ്യത്തുണ്ടല്ലോ, ആ മയ്യത്ത്, ഇന്നഹു നിശ്ചയമായും ആ മയ്യത്ത്, ലയസ്മഉ, ആ മയ്യത്ത് കേൾക്കുക തന്നെ ചെയ്യും, ഖർഅനിയാലിഹിം, സംസ്കരണ പ്രക്രിയകൾ കഴിഞ്ഞ് തിരിച്ചു പോകുന്നവരുടെ ചെരുപ്പിന്റെ ശബ്ദം ആ മയ്യത്ത് കേൾക്കുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാന്റെ റസൂല് പറയുന്നത് ഇങ്ങനെയാണ്. ആ റസൂലിനാണ് ആയത്തിറങ്ങിയത്. ഏതായത്ത്? ഇന്നക ലാ തുസ്മിഉൽ മൗത എന്ന ആയത്തിറങ്ങിയത്. ഇൻ തദഊഹും ലാ യസ്മഉ ദുആക്കും എന്ന ആയത്തിറങ്ങിയത്. വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ എന്ന ആയത്തിറങ്ങിയത്. ഈ റസൂലിനാണ്. ആ റസൂല് പറയുന്നത് എന്താ? മരിച്ചോല് കേൾക്കുന്നാണ്. വിവരമില്ലാത്ത മൗലവിമാർ, നിങ്ങളല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കിത് പഠിപ്പിച്ചെന്ന മൗലവിമാർ, ആ മൗലവിമാർ പറയുന്നതോ അവര് പറഞ്ഞത് മരിച്ചോല് കേൾക്കൂല എന്നുമാണ്. നമ്മൾ ഏത് സ്വീകരിക്കണം? റസൂല് പറഞ്ഞത് സ്വീകരിക്കണോ? ജാഹിലായ മൗലവിമാർ പറഞ്ഞത് സ്വീകരിക്കണോ? മുസ്ലിം സമുദായത്തിന്റെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്. പോകട്ടെ, മുജാഹിദിന്റെ പ്രാചീന നേതാക്കൾ പറഞ്ഞത് സ്വീകരിക്കണമോ? ഇബ്നുൽ ഖയ്യിം പറഞ്ഞത് സ്വീകരിക്കണമോ? ഇബ്നു തൈമിയ്യ പറഞ്ഞത് സ്വീകരിക്കണമോ? അതല്ല ഇന്നത്തെ വിവരമില്ലാത്ത മുജാഹിദ് മൗലവിമാർ സ്വീകരിക്കണമോ? ഈ ചോദ്യം മുജാഹിദുകളോടാണ്, മുസ്ലിങ്ങളോടല്ല. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ മരിച്ചവർ കേൾക്കൂല എന്ന ഒരു ധാരണ, അത് മിഥ്യാധാരണയാണ്, വിവരമില്ലാത്തതാണ്. അത് ഇസ്ലാമിനെ കുറിച്ച് പാണ്ഡിത്യമില്ലാത്ത